UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ വാണിജ്യ വ്യവസായ മേഖലകളിൽ ഇന്ത്യയുടെ സുപ്രധാന പങ്കാളിയായി മാറിയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ദുബായിൽ സിംബോസിയസ് രാജ്യാന്തര യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UAE സഹിഷ്ണുതാ മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാൻ, കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവർ ചേർന്ന് സിംബിയോസിസ് രാജ്യാന്തര സർവകലാശാലയുടെ ക്യാമ്പസ് ദുബായിൽ ഉദ്ഘാടനം ചെയ്തു. UAE-യിലെ ഇന്ത്യൻ സ്ഥാനപതി സഞ്ജയ് സുധീർ, കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ അടക്കമുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. സിംബിയോസിസ് യൂണിവേഴ്സിറ്റിയുടെ ഉദ്ഘാടനത്തോടെ വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ത്യ UAE സഹകരണം മറ്റൊരു നാഴികക്കല്ലുകൂടി പിന്നിടുകയാണെന്ന് എസ് ജയശങ്കർ അഭിപ്രായപ്പെട്ടു. 2015 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചരിത്രപരമായ UAE സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന്റെ പുതിയ തുടക്കമായിരുന്നെന്ന് ജയശങ്കർ പറഞ്ഞു. വിദ്യാഭ്യാസം, ഊർജം, വ്യാപാരം, യാത്രാ സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ സുപ്രധാന പങ്കാളികളായി UAE മറ്റ് ഗൾഫ് രാജ്യങ്ങൾ മാറിയതായി എസ് ജയശങ്കർ വ്യക്തമാക്കി. This is but appropriate as India-UAE ties are today truly in an era of new milestones and many firsts. Indeed, Prime Minister Modi's historic visit in 2015 is certainly a first in this century. So too is our comprehensive economic partnership, which was negotiated in record time. ലോകത്തിലെ പ്രധാന രാജ്യങ്ങളുമായെല്ലാം ഏറ്റവും നല്ല നയതന്ത്ര ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ഇന്ത്യ വലിയ വാണിജ്യ വ്യവസായ സഹകരണം സൃഷ്ടിക്കുകയാണ്. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്ത്യ-UAE ബന്ധം. UAE-യുടെ ഏറ്റവും വലിയ വാണിജ്യ പങ്കാളി എന്നതിനപ്പുറം വളരെ ഊഷ്മളമായ സൗഹൃദ ബന്ധമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോഴുള്ളത്. ജനം, ദുബായ്.